ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ IAR ഫിൽട്ടർ ഡിസൈൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ദ ബേസിക് ഓപ്പറേഷൻ ഈസ് ടു കൺവേർട്ട് ആൻ അനലോഗ് ഫിൽട്ടർ H of S into an equivalent digital filter by using ബൈലീനിയർ അപ്രോക്സിമേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈലീനിയർ അപ്രോക്സിമേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് എന്ന് വരുന്നത്. സോ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഫ്രം ദ ഗിവൺ സ്പെസിഫിക്കേഷൻ ഫൈൻഡ് പ്രീ വാർപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസി യൂസിങ് ഫോർമുല ദിസ്. സോ നമ്മളവിടെ ആദ്യം ചെയ്യുന്നത് ഒരു പ്രീ വാർപ്പിംഗ് ടെക്നിക്കാണ്. അതായത് ഓം ഇസ് ഈക്വൽ ടു 2/T tan ω/2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് പ്രീ വാർപ്പിംഗ് ചെയ്യുകയാണ്. അതിനുശേഷം യൂസിങ് ദ അനലോഗ് ഫ്രീക്വൻസി ഫൈൻഡ് H of S ഓഫ് ദ അനലോഗ് ഫിൽട്ടർ. അതായത് ദ അനലോഗ് ഫ്രീക്വൻസി ഓമിൻ്റെ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കും. നമുക്ക് തരുന്ന ഒമേഗയുടെ ടേംസിലായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഓം കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൽ നിന്ന് H of S കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ സെലക്ട് ദ സാമ്പിളിംഗ് റേറ്റ് ഓഫ് ദ ഡിജിറ്റൽ ഫിൽട്ടർ, call it T seconds per sample, and the final step എന്ന് പറയുന്നത് substitute S is equal to 2/T into 1 minus Z raised to minus 1 divided by 1 plus Z raised to minus 1 into the transfer function found in step 2. അതായത് നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് S എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അപ്ലൈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടു H of S. നമുക്ക് H of Sൻ്റെ വാല്യൂ ഇവിടെ ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് വളരെ ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ H of S is equal to 2 divided by S plus 1 plus S plus 2 ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ H of S എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്സിൽ കണ്ടത് H of S കണ്ടതിന് ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ H of S തന്നിട്ടുണ്ട്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് S is equal to 2/T into 1 minus Z raised to minus 1 divided by 1 plus Z raised to minus 1. സോ എന്ത് കിട്ടും? നമ്മുടെ H of Sനകത്ത് S എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ T എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് T is equal to 1 second ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 2/T എന്ന് പറയുന്നത് 1 ആണ്. സോ 2 into 1 minus Z raised to minus 1 divided by 1 plus Z raised to minus 1 plus 1. അതേപോലെ തന്നെ ഇവിടെയും S വരുന്നുണ്ട്. എഗെയിൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമ്മളിതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇതിൽ 1 ഉണ്ട്. സോ കോമൺ ആയിട്ട് നമുക്ക് 1 plus Z raised to minus 1 ഇവിടെ എടുക്കാം. സോ ന്യൂമറേറ്ററിൽ നമുക്ക് ഈ രണ്ട് ടേംസ് വരും, ഒന്ന് മൈനസും ഒന്ന് പ്ലസും. ഇതേപോലെ തന്നെ നമുക്ക് ഈ 2ൽ കോമൺ എടുക്കണമെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോമൺ എടുക്കാവുന്നതാണ്. സോ നമുക്ക് ഇവിടെ ഒരു 1 plus Z raised to minus 1 ഉണ്ട്, ഇവിടെയും 1 plus Z raised to minus 1 ഉണ്ട്. സോ നമുക്കത് ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ എടുത്തിട്ട് നമുക്കത് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 2 into 1 plus Z raised to minus 1 whole square വരും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് നമുക്ക് ഈ 2കൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടേമാണ് ദിസ് വൺ. ഇനി ഇതിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ലാസ്റ്റിൽ എന്ത് കിട്ടും? 1 plus Z raised to minus 1 whole square divided by 3 minus Z raised to minus 1 into 2 ആണ് വരിക. ഇവിടെ നമുക്ക് 4 ആണ് കിട്ടുക. ഇവിടെ കിട്ടുന്ന ഈ ഒരു 2ഉം അതും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ 2 വരും. ഓക്കെ, സോ ഇതാണ് നമുക്കവിടെ കിട്ടുന്ന ആൻസർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇനിയും റിഡ്യൂസ് ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്കിത് കൊണ്ടുവരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് H of S ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് അവിടെ S എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് ആൻസർ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. സോ ഇതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു സിമ്പിൾ പ്രോഗ്രാം. സോ കുറച്ചുകൂടെ വലുതായിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.